പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് തുടർന്ന് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ കൂടുതൽ ആഴമായ ബന്ധത്തിലേക്ക് നമ്മൾ തിരുവചനത്തിലൂടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പ്രിയ സഹോദരങ്ങളെ, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞപ്പോൾ, ആ കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുമ്പോൾ, ഒരുപക്ഷെ ആ കാറ്റ് സ്വീകരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള സഹനങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതായത് ഈ പരിശുദ്ധാത്മാവ് എന്നെ സ്വീകരിക്കണമെങ്കിൽ അത് കർത്താവിൻ്റെ വാഗ്ദാനവും കൂടി നമ്മൾ സ്വീകരിക്കണം. ആ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിക്കണം എന്നതും വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനും ആണ് ഇപ്രകാരം സംഭവിച്ചത്. ഇവിടെ പറയണം, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയരിലേക്കും വ്യാപരിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ്. അതെന്താണത് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ മനുഷ്യവർഗം മുഴുവൻ്റെ മേൽ കടന്നു വന്ന ശാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വിമോചനം ലഭിക്കുന്നു. അതായത് അബ്രാഹത്തിൻ്റെ സന്തതികളിലേക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരിലേക്കും ആദി മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ കടന്നു വന്ന ശാപത്തിൻ്റെ ഒരു ബന്ധനമുണ്ട്. ആ ശാപം എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തികൾ, ദുഷ്ടശക്തികൾ മനുഷ്യൻ്റെ ആത്മാവിനെ കീഴടക്കിയിരുന്ന ഒരു സാഹചര്യം, ഒരവസ്ഥ. ആ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരുന്ന ആ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ വിമോചനം ലഭിക്കുന്നു. അതുകൊണ്ടാണ് മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. യേശുക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം, ഈ രക്ഷ പ്രാപിക്കണമെന്നുള്ള, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കണമെന്നുള്ള, ക്രിസ്തുവിൻ്റെ ആത്മാവിലൂടെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ള ആ വാഗ്ദാനം നിറവേറ്റുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഇതാ കുരിശു മരണത്തിലൂടെ വിജാതിയർക്കും സ്വജാതിയർക്കും എല്ലാവർക്കും ആ ശാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിമോചനം നൽകുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് വചനം 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്: അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയരിലേക്കും വ്യാപിക്കണം. അബ്രാഹത്തിന് ലഭിച്ച ഒരു വാഗ്ദാനമുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിലൂടെ കടന്നു വന്ന ഒരു പാരമ്പര്യമുണ്ട് വിശ്വാസികളുടെ. എന്നാൽ മറ്റൊരു പാരമ്പര്യമുണ്ട്, അവിശ്വാസികളുടെ ഒരു പാരമ്പര്യവുമുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയും അതിന് വിരുദ്ധമായി ഈ ലോകത്തിന് അനുരൂപരായി തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിച്ചു പോകുന്ന മറ്റൊരു തലമുറയെയും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അവിശ്വാസികളാകുന്ന ആ വിജാതിയരിലേക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം, രക്ഷയുടെ വാഗ്ദാനം, ആ വാഗ്ദാനം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അത് യേശുക്രിസ്തു വഴിയാണ് എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്.
യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം, അതുകൊണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം, അതായത് യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണമെന്ന് വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ ഹെബ്രായ ലേഖനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു രൂപം നമുക്ക് കാണുവാൻ സാധിക്കും. ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനത്തിൽ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വിലയായ പ്രതിഫലം നൽകാനിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സകല ശക്തി ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരു വ്യക്തി സ്വന്തമാക്കണമെങ്കിൽ ജീവിതത്തിൽ ചില സഹനം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സഹനശക്തി. അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് 35-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ, നിങ്ങളുടെ ആത്മധൈര്യത്തെ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. വീണ്ടും പറയുകയാണ്, അതിന് വിലയായ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ആ പ്രതിഫലം എന്താണ്? അവിടുത്തെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാമെന്ന ആ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കുവാൻ, ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ സഹനശക്തി ആവശ്യമായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ മേഖലയിൽ നിന്നും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉപദ്രവങ്ങളും വേദനകളും കടന്നു വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. സഭയുടെ രക്തസാക്ഷികളെയും വിശുദ്ധരെയും എല്ലാം നമുക്ക് പഠിച്ചാൽ ഈ സഹനശക്തി അവരുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആയതിനാൽ കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ആ വീശുന്ന കാറ്റ് ആ കർത്താവിൻ്റെ ആത്മാവാണ്. ആ ആത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യനും സഹനശക്തിയും ആവശ്യമാണ്. ഈ സഹനശക്തി തരുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്ന കർത്താവായ ഈശോയെ, വിശ്വാസം വഴി ആത്മാവിൻ്റെ വാഗ്ദാനം പ്രാപിക്കണമെന്ന് അവിടുന്ന് പറയുമ്പോൾ കർത്താവെ, ആ ആത്മാവിനെ സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. കർത്താവായ ഈശോയെ, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അവിടുത്തെ ആ വചനം വീണ്ടും ഞങ്ങൾ ഓർക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ ഈ ആത്മാവിൻ്റെ പ്രവർത്തനവും ആവശ്യമാണല്ലോ, വീണ്ടും ജനനവും ആവശ്യമാണല്ലോ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.